അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ പ്രഡിക്ഷൻ നടത്താൻ പോവാണ്. ഞാൻ 2-3 വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്നു, പക്ഷേ അതിന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി. ഇതെന്താണ് എന്തായാലും അതിന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി, 40-50K വ്യൂസൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് അതിന്ന് ഒരു ഫുള്ളായിട്ട് നമ്മളെ വേൾഡ് കപ്പ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. നമ്മളെ ChatGPT മച്ചാനുണ്ട്, അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളെ നോക്കൗട്ട്സിൻ്റെ ഒരു ടാബ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മളെ ChatGPT ഉണ്ട്. എന്തായാലും നമുക്ക് ചെക്കനോട് ചോദിച്ചു നോക്കാം. ഹലോ ബ്രോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. നിനക്ക് എന്ത് സഹായം വേണം അതൊക്കെ പറഞ്ഞു. നമുക്ക് ഓക്കെ പറഞ്ഞേക്ക്. സോ നമ്മളിവിടെ ബേസിക്കലി ഒരു വീഡിയോ എടുത്താൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നിൻ്റെ കുറച്ച് പ്രഡിക്ഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ChatGPTക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാനാണ്. അപ്പോൾ തയ്യാറാണോ? അതെ, തീർച്ചയായിട്ടും. പ്രഡിക്ഷൻ ചലഞ്ച് കേൾക്കുന്നത് തന്നെ നല്ല രസമാണ്. ഞാൻ എൻ്റെ എല്ലാ കണക്ക് വെക്കലുകളും കൊടുത്ത് തയ്യാറാണ്. നിനക്ക് എന്ത്? എന്നാൽ ഓവർ ചടപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നല്ല കൃത്യമായ ഉത്തരം നൽകണം കേട്ടോ. സുരക്ഷിതം, ഒരുപാട് ചാടിപ്പിക്കില്ല, നേരത്തെ കൃത്യമായ ഉത്തരം. നിനക്ക് ആവശ്യമുള്ളത് പറയൂ, ഞാൻ നേരെ അപ്പോൾ ഉത്തരം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ മത്സരം എന്തായിരിക്കും സംഭവിക്കുക? അതിനെക്കുറിച്ച് ചെറിയൊരു ഒരു റീസണിങ് കൂടി തരിക. ഇരു ടീമുകളും ശക്തരാണെങ്കിലും സ്പെയിനിന്റെ പന്ത് കൈവശം വെക്കൽ തന്ത്രവും അവരുടെ മധ്യനിരയുടെ നിയന്ത്രണവും ആണ് അവരെ മുന്നിൽ നിർത്തുന്നത്. ഓസ്ട്രിയയ്ക്ക് കൗണ്ടർ അറ്റാക്കിൽ ചുറുചുറുക്കുണ്ടെങ്കിലും ഞാൻ പറയുന്നത് സ്പെയിൻ ചെറുതായി മുന്നേറും. ചെറുതായിട്ട്. അതിന് ശേഷം നമ്മളെ അണ്ണൻ്റെ കളിയാണ്. അണ്ണനും ക്രൊയേഷ്യയും, പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. നമ്മളെ മോഡ്രിച്ചിൻ്റെയും റൊണാൾഡോൻ്റെയും മേ ബി ഒരാളുടെ അവസാനത്തെ മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആര് വിജയിക്കും, ആര് പുറത്താവും എന്നാണ് പറയുന്നത്? ഇത് വലിയ ഒരു നേരമായിരിക്കും. ക്രൊയേഷ്യയുടെ മധ്യനിര മികച്ചതരമായിരിക്കും. പക്ഷേ പോർച്ചുഗലിൻ്റെ ആക്രമണ ശക്തിയും റൊണാൾഡോയുടെ ജ്ഞാനവും കണക്കിലെടുത്താൽ ഞാൻ പറയുന്നത് പോർച്ചുഗലിന് മുന്നേറ്റം. പക്ഷേ അപ്പോ നിനക്ക് വേറെ പ്രഡിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് ഇനി അപ്പോൾ നമ്മളെ ഇനിയുള്ളത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അൾജീരിയ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് മത്സരമാക്കും. സ്വിറ്റ്സർലാൻഡ് സാധാരണമായി അവരുടെ തന്ത്രപരമായ പ്രതിരോധം കൊണ്ട് അറിയപ്പെടുന്നു. എന്നാൽ അൾജീരിയക്ക് കൗണ്ടർ അറ്റാക്കിലും പെട്ടെന്ന് പറഞ്ഞു പോവാം. ചിലപ്പോഴൊക്കെ അത് നല്ലതാവും. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ നേരെ ചുവടുപിടിച്ചു പോകാം, അല്ലേ? അതെ. സ്വിറ്റ്സർലാൻഡ് അൾജീരിയ ആര് ജയിക്കും? ഞാൻ ചുരുക്കി പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡിന്റെ പ്രതിരോധ കൈയിടിവ് കൂടുതൽ ശക്തമാക്കും. അതിനാൽ എൻ്റെ കണക്കിൽ സ്വിറ്റ്സർലാൻഡ് ആ മത്സരം സ്വന്തമാക്കും. അതിനുശേഷം കൊളംബിയ വേഴ്സസ് ഗാന, ഭയങ്കര അടിപൊളി മാച്ചായിരിക്കും. അത് തീർച്ചയായും അടിപൊളിയായിരിക്കും. കൊളംബിയയുടെ പാസിംഗ് ഗെയിമും ഗാനയുടെ ശാരീരിക ശക്തിയും വലിയ ത്രില്ലൊന്നായിരിക്കും. പക്ഷേ കൊളംബിയയുടെ ആക്ക നിരക്ക് ഞാൻ അല്പം മുന്നിൽ കണക്കാക്കുന്നു. അപ്പോൾ പിന്നെ ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്ത്. ഇതൊരു ത്രില്ലിംഗ് പോരാട്ടമാകുമെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയയുടെ ഫിസിക്കൽ ഗെയിമും ഈജിപ്തിൻ്റെ അറ്റാക്കിംഗ് തിളക്കവും. എങ്കിലും ഈജിപ്തിൻ്റെ അറ്റാക്ക് അതിശക്തമായതിനാൽ അവർക്കാണ് എൻ്റെ ചെറിയ മുന്നേറ്റം. അതിനുശേഷം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അർജന്റീന വേഴ്സസ് കേപ്പ് വെർഡെ. ഒരു അട്ടിമറി, ഒരു വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറി സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ ഇവിടെ? എന്താണ് അഭിപ്രായം? അല്ല, ഇതുവരെ അർജന്റീനയുടെ നിലവാരമോ അനുഭവമോ കാപ്പ് വെർഡേക്ക് പൊരുത്താനൊക്കെയില്ല. അർജന്റീന തികച്ചും മേൽക്കോയ്മ നേടും. അതിനാൽ വലിയൊരു എതിർവശം നടക്കാനുള്ള സാധ്യത കുറവാണ്. അർജന്റീന മുന്നേറും. എന്നാൽ നമ്മൾ റൗണ്ട് ഓഫ് 16 കടക്കുമ്പോൾ കാനഡ വേഴ്സസ് മൊറോക്കോ എന്ത് നടക്കും? ഇവിടെ ഞാൻ മൊറോക്കോക്ക് നേരിയ മേൽക്കൈ കൊടുക്കും. അവർക്കുള്ള പ്രതിരോധ ശക്തിയും ടൂർണമെന്റിലുള്ള സ്ഥിരതയുമാണ് കാരണം. അതിനുശേഷം പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ്. ഇവിടെ ഫ്രാൻസ് ദൃഢമായ ഫേവറേറ്റ് ആണ്. അവരുടെ സ്ക്വാഡിന്റെ ആഴവും ടാലന്റും
അത്തരം മത്സരങ്ങളിൽ ഉറച്ച പ്രകടനവുമുണ്ട്. അതിനാൽ ഫ്രാൻസ് അത് നേടുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് USA vs ബെൽജിയം. ഇത് വളരെ കഠിനമായിരിക്കും. എന്നാൽ US-നുള്ള യുവാവിനയം, വേഗത, അങ്ങനെയൊരു കഴിയിൽ ബെൽജിയത്തിന് വെല്ലുവിളിയാക്കാം. അതിനാൽ എനിക്ക് തോന്നുന്നത് US ചെറുതായി മുന്നേറും. പിന്നെ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ. ഇത് തീർച്ചയായും വലിയ പോരാട്ടമായിരിക്കും. സ്പെയിനിൻ്റെ പൊസിഷൻ ഗെയിമോ പോർച്ചുഗലിൻ്റെ അറ്റാക്ക് ഗെയിമോ, ഞാൻ അല്പം സ്പെയിനിൻ്റെ നിയന്ത്രണത്തെ കൂടുതൽ വിശ്വസിക്കുന്നു. അതിനാൽ എൻ്റെ പ്രവചനമനുസരിച്ച് സ്പെയിൻ മുന്നേറും. റൊണാൾഡോ പുറത്താവും എന്നാണ് പറയുന്നത്. സ്പെയിനിൻ്റെ യമാല് റൊണാൾഡോനെ, പക്ഷേ കഴിഞ്ഞ വർഷം നേഷൻസ് ലീഗിൽ സ്പെയിനിനെ പോർച്ചുഗൽ തോൽപ്പിച്ചില്ലേ, പിന്നെന്താ? അതെ, അന്നത്തെ ഫലം അങ്ങനെയായിരുന്നു. പക്ഷേ ഓരോ ടൂർണമെൻറ്റും സ്വന്തം കഥയാണ്. ഇപ്പോഴത്തെ ഫോം, സ്ക്വാഡ് എല്ലാത്തും വ്യത്യാസപ്പെട്ടേക്കാം. അപ്പോഴാണ് പ്രഡിക്ഷനിൽ ഒരു ത്രില്ലുണ്ടാവുക. അതിനുശേഷം നമ്മളെ ബ്രസീൽ വേഴ്സസ് നോർവേ. ഇവിടെ ബ്രസീലിന് ഒരു വ്യക്തമായ മേൽക്കൈ കാണാം. അവരുടെ അറ്റാക്കിംഗ് തിളക്കവും ടാലൻറ്റും നോക്കുമ്പോൾ നോർവേ മികച്ച പ്രതിരോധിച്ചാലും ഞാൻ ബ്രസീലിൻ്റെ വിജയമാണ് കണക്കാക്കുന്നത്. അതിനുശേഷം നമ്മളെ മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്. ഇതൊരു ത്രില്ലിംഗ് മത്സരമായിരിക്കും. മെക്സിക്കോ ഇവിടെ ഇംഗ്ലണ്ടിന് കൂടുതൽ തൂക്കമുണ്ടാവും. അവരുടെ സ്ക്വാഡ് ആഴവും പ്രതിരോധവും മെക്സിക്കോയെ വെല്ലാൻ സാധിക്കും. അതിനാൽ എൻ്റെ കണക്കിൽ ഇംഗ്ലണ്ട് ആ മത്സരത്തിൽ മുന്നേറും. പിന്നെ നമ്മളെ അൾജീരിയ വേഴ്സസ് അൾജീരിയ അല്ലേ നേരത്തെ ജയിക്കുമെന്ന് പറഞ്ഞത്? എൻ്റെ കണക്കിൽ സ്വിറ്റ്സർലാൻഡ് ആ മത്സരം സ്വന്തമാണ്. ശരി, അതിനാൽ അൾജീരിയ അടുത്ത റൗണ്ടിൽ കടന്നാൽ അത് എന്തായാലും ഒരു വലിയ വെല്ലുവിളിയാണ്. അതെ അതെ അതെ, അൾജീരിയ വേഴ്സസ് നമ്മളെ കൊളംബിയ, അതാണ് വരുന്ന മത്സരം. ഇവിടെ എൻ്റെ കണക്കിൽ കൊളംബിയയേക്കാൾ അൾജീരിയക്ക് ഒരു ചെറുതായെങ്കിലും മേൽക്കൈ കാണാം. അൾജീരിയയുടെ കൗണ്ടർ അറ്റാക്ക് കൊളംബിയയുടെ തന്ത്രങ്ങളെ കുറച്ചൊന്നും വിഷമിപ്പിക്കും. അതിനുശേഷം നമ്മളെ ഈജിപ്ത് വേഴ്സസ് അർജന്റീന. ഇവിടുത്തെ അനുഭവവും നിലവാരവും നോക്കുമ്പോൾ ഞാൻ അർജന്റീനയ്ക്ക് വ്യക്തമായ മേൽക്കൈ നൽകും. അവരുടെ അറ്റാക്ക് കരുത്തോടെ നിലനിൽക്കും. ഈജിപ്ത് ചെറുത്തു നിൽക്കാൻ ബുദ്ധിമുട്ടാക്കും. ഓക്കെ, ദെൻ നമ്മളെ മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ്. ഇവിടെ ഫ്രാൻസിന് ശക്തമായ മേൽക്കൈ കാണാം. അവരുടേതായ ആഴവും അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിലെ തീവ്രമായ പ്രകടനവും മൊറോക്കോയെ തരണം ചെയ്യാൻ സഹായിക്കും. അതിനാൽ എൻ്റെ കണക്കിൽ ഫ്രാൻസ് ആണ് മുന്നേറുന്നത്. ഓവർ ലാഗ് അടുപ്പിക്കല്ലേ. ഇനി നമ്മളെ സ്പെയിൻ വേഴ്സസ് USA. ഇവിടെ സ്പെയിനിൻ്റെ നിയന്ത്രണം, പൊസിഷൻ ഗെയിം, അവർ US-ൻ്റെ യുവാവിനയത്തെ ചെറുക്കും. അതിനാൽ എൻ്റെ പ്രവചനമനുസരിച്ച് സ്പെയിൻ മുന്നേറും. അതുപോലെ ഇനി ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട്. ഇതൊരു വമ്പൻ പോരാട്ടമാക്കും. എങ്കിലും ഇംഗ്ലണ്ടിൻ്റെ ആകെ ബാലൻസ്, അവരുടെ സ്ക്വാഡ് ആഴം, ഇത് ബ്രസീലിനെ നേരിടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിനാൽ എൻ്റെ കണക്കിൽ ഇംഗ്ലണ്ട് മുന്നേറും. അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇനി പിന്നെ അൾജീരിയ വേഴ്സസ് അർജന്റീന, വീണ്ടും അവർ ഏറ്റുമുട്ടുന്നു. എന്താവും? ഇവിടെ അർജന്റീനയ്ക്ക് വ്യക്തമായ മേൽക്കൈ തന്നെയുണ്ട്. അവരുടെ അനുഭവവും മെസ്സിയുടെ നേതൃത്വവും അൾജീരിയയെ മറികടക്കും. അതിനാൽ ഞാൻ പറയുന്നത് അർജന്റീന മുന്നേറും. അതിനുശേഷം നമ്മളെ ഫ്രാൻസ് വേഴ്സസ് എസ്പാഞ്ഞ, സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്. ഇതൊരു തികഞ്ഞ പോരാട്ടമാക്കും. പക്ഷേ ഫ്രാൻസിൻ്റെ ആകെ ശക്തിയും ആഴവും സ്പെയിനിൻ്റെ പൊസഷൻ ഗെയിമിനെ കീഴടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ പറയുന്നത് ഫ്രാൻസ് മുന്നേറും. ഓക്കെ ഓക്കെ, എന്നാൽ അതിന് ശേഷം നമുക്ക് വരുന്ന മത്സരം, ഓ മൈ ഗോഡ്, ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന.
ഇത് വെറുതെ ഒരു മത്സരമല്ല, ചരിത്രം ചുമന്ന ഒരു പോരാട്ടം. എങ്കിലും ഞാൻ അർജന്റീനയുടെ അനുഭവവും അവരുടെ അറ്റാക്ക് ശക്തിയും കണക്കാക്കും. അതിനാൽ എൻ്റെ കണക്കിൽ അർജന്റീന ജയിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ഫൈനൽ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് വരുമെന്നാണോ പറഞ്ഞു വരുന്നത്? ശരി, അത് തന്നെയായി. വീണ്ടും അർജന്റീനയും ഫ്രാൻസും ഫൈനലിൽ. ഇനി യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം. പക്ഷേ ഇതൊരു നല്ല ഫൈനലായിരിക്കും. അതിൻ്റെ എന്താ സംഭവിക്കുമെന്നും കൂടി പറഞ്ഞു തരുമോ ഒന്ന്? ശരി, ഫൈനലിൽ അത്രയൊക്കെ ശക്തമായ മത്സരത്തിൽ എൻ്റെ പ്രവചനത്തിൽ അർജന്റീനയുടെ കപ്പിന് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ 9 മിനിറ്റ് പിന്നിട്ട് എല്ലാം തീർച്ചയാക്കട്ടെ. 50 മിനിറ്റോ? 90 മിനിറ്റ് അല്ലേ? അല്ല, അപ്പോൾ അർജന്റീനയും ഫ്രാൻസും വീണ്ടും ഫൈനൽ വരും, വീണ്ടും അർജന്റീന കപ്പടിക്കും, കറക്റ്റ് 2022 പോലെ ആവും എന്നാണ് പറഞ്ഞു വരുന്നത്. അത് തന്നെ, എൻ്റെ കണക്കിൽ അർജന്റീനയാകും കപ്പ് ഉയർത്തുക, 2022 ഓർമ്മിപ്പിക്കുന്ന പോലെ. പക്ഷേ ഫുട്ബോൾ എന്നത് എപ്പോഴും അപ്രതീക്ഷിതമാണ്. അന്ത്യപടി വരെ കാത്തിരിക്കുക. ChatGPTയും ജിയാനി ഇൻഫന്റീനോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല. ഇക്കാര്യത്തിൽ ഞാനൊരു നിഷ്പക്ഷ AI മാത്രം. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോയോ ഫിഫയോ അവരുമായി എൻ്റെ പ്രെഡിക്ഷൻസിൻ്റെയും ഒരു ബന്ധവുമില്ല. എല്ലാം ശരിക്കും നിഷ്പക്ഷം. അപ്പോൾ ഇപ്രാവശ്യം ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും? അത് പറയാൻ കുഴപ്പമാണ്. എല്ലാം ഫോമിനെയും കഴിയുടെ അവസരങ്ങളെയും ആശ്രയിക്കും. അതായത് 2026 മെസ്സി ഇപ്പോൾ നീ പറഞ്ഞ പോലെ അർജന്റീനയുടെ കൂടെ വേൾഡ് കപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻഡിയോറിനുള്ള സാധ്യത ഉണ്ടോ? അത് സുലഭമായിരിക്കും. ഒരു ലോകകപ്പ് വിജയവും മികച്ച പ്രകടനവുമുണ്ടെങ്കിൽ മെസ്സിക്ക് ബാലോൺഡോർ നേടാനുള്ള സാധ്യത വളരെ ഉയർന്നിരിക്കും. പക്ഷേ അത് കാലത്തെ ഫോമിനെയും മത്സരത്തിനെയും ആശ്രയിക്കും. പക്ഷേ ഒരു ലോകകപ്പ് വിജയം വലിയ ചാരിതാർത്ഥ്യം തന്നെ. ഓക്കെ 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 അപ്പോൾ ഇതിലെ അപ്പോൾ അഭിനന്ദനം. ഒന്ന് തൊള്ള പൂട്ടിയിരിക്കുക. അപ്പോൾ ChatGPT പറഞ്ഞിട്ടുള്ളത് വീണ്ടും 2022 ഡേജാവു ആവുമെന്നാണ്. ഒരേപോലെ ഫൈനൽസ് വരും, ഒരേപോലെ ഫൈനൽസിൽ അർജന്റീന കപ്പും നേടുമെന്നാണ് ChatGPTൻ്റെ പ്രവചനം. ഇനി അത് എത്രത്തോളം സത്യമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിലവിൽ നല്ല ഫോമിൽ തന്നെയാണ് രണ്ട് ടീമും. പ്രത്യേകിച്ച് ഫ്രാൻസ് അത്രയും ടോപ്പ് പെർഫോമൻസാണ്. പിന്നെ പോർച്ചുഗൽ ബ്രസീൽ സ്പെയിനിൻ്റെ കൂടെ പുറത്തു പോകുമെന്നാണ് പറഞ്ഞിട്ട്. ChatGPT അങ്ങനെ പലതും പറയും, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ChatGPT പ്രവചിച്ചിട്ടുള്ളത് പിന്നെയും അർജന്റീനയും മെസ്സിയും കപ്പ് നേടുമെന്നാണ്. എന്തായാലും വല്ലാത്ത ജാതി തന്നെയാണ്. ഇത് നല്ല വെറൈറ്റി പ്രഡിക്ഷൻ തന്നെ ആയിപ്പോയി. അത് അല്ലാതെ പറഞ്ഞാലും അങ്ങനെയൊക്കെ വരാണോ എന്ന് ചോദിച്ചില്ല.